അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയുമായിട്ടാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസിയായി തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഇത് പറഞ്ഞത് നമ്മളെ പെങ്ങളാണ്. പെങ്ങളെപ്പോഴും ഉണ്ടാക്കലുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ദിവസം ഇത് ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം വെറും 4-5 സാധനം കൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് എരിഞ്ഞ് ആദ്യം നമുക്ക് വലിയുള്ളി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തക്കാളിയും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളടുത്ത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് ഉണ്ടാകും വെളിച്ചെണ്ണയ്ക്കാണ്. എണ്ണയിലേക്ക് കട്ട് ചെയ്തെടുത്ത വലിയ ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കും. വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളകും ഇട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കും. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 തക്കാളി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും നന്നായി വഴറ്റിയെടുക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു ഭാഗത്തേക്ക് എടുത്തു വെച്ച് ഒരു 10 മിനിറ്റ് തണുക്കാനായിട്ട് നമുക്ക് തണുത്തു വന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഇഡലിൻ്റെ കൂടെയും ഇത് കൂട്ടാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഈസിയായി ആർക്കും വേണമെങ്കിൽ ഈസിയായി ഉണ്ടാക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് അയക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.